എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പാർട്ട് 47 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സലിൽ എങ്ങനെയാണ് ഡാറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഫോർമാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. AMP ID, നെയിം, ഡിപ്പാർട്ട്മെന്റ്, ഡെസിഗ്നേഷൻ, സാലറി ഇത് നമ്മൾ എൻട്രി ചെയ്യുന്നതാണ്. ഡിയർനെസ് അലവൻസ് ഇതൊരു അലവൻസ് ആണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് സാലറിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഡിയർനെസ് അലവൻസ് ഒരു 5% ഓഫ് സാലറിയുടെ 5% ആണെങ്കിൽ നമ്മൾ ഈക്വൽ ടു സാലറി ഇൻറ്റു 5% എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ ഗ്രോസ് സാലറി ആണെങ്കിൽ സാലറി പ്ലസ് DA, അതായത് അലവൻസ് സാലറിയോടെ ആഡ് ചെയ്യുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്, ഈക്വൽ ടു സാലറി പ്ലസ് DA. അപ്പം ഇങ്ങനെ രണ്ട് കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റ ഫോം നമുക്ക് നമ്മുടെ പഴയ വേർഷനിലൊക്കെ ആണെങ്കിൽ ഡാറ്റ മെനുവിൽ ഒരു ഫോം ഉണ്ട്. പക്ഷെ ഇപ്പം നമുക്കതൊരു കസ്റ്റം ടൂൾ ബാറായിട്ടൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയി നമ്മളത് ആക്റ്റീവ് ആക്കുമ്പോഴാണ് നമ്മുടെ റിബണിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുക. അല്ല എങ്കിൽ ഫയൽ മെനുവിൽ ഓപ്ഷൻസിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്കിവിടെ പോപ്പുലർ കമാൻഡ്സ് എന്നാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾ കമാൻഡ്സ് എടുക്കുക. ഇതിൽ നമുക്ക് ഫോം ഉണ്ടാവും. ഓൾ കമാൻഡ്സിൽ Fൽ ഫോം നമ്മൾ സെലക്ഷൻ കൊടുക്കുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റിൽ ഫോം വന്നിട്ടുണ്ടാവും. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫോം വന്നിട്ടുണ്ട്. ടൂൾ ബാറിൽ ഒരു ടൂൾ ബാറായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫോം വന്നിട്ടുണ്ട്. ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണ കേസിൽ ഒരു പേയ്മെന്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ സാലറി ഡീറ്റെയിൽസ്, നമ്മുടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഐറ്റംസ് ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാ എക്സ്പെൻസിങ്, അങ്ങനെ ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാനാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത്. ഡേറ്റ ആഡ് ചെയ്യാം, അതായത് ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം, അതുപോലെ ഫൈൻഡ് ചെയ്യാം. എത്ര സാലറി എബവ് ഉള്ള ആളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് എല്ലാ സെർച്ചിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ഫോം യൂസ് ചെയ്യാം. ഫോമിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടേബിളിൽ സെലക്ട് ചെയ്യാം. സെലക്ഷൻ കൊടുക്കുക, ഫോം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പം നള്ളായിട്ടൊക്കെ എടുക്കുന്നത് നമുക്ക് MP ID കൊടുക്കാം 21. നമുക്ക് അതിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ. അതുപോലെ ഡെസിഗ്നേഷൻ എക്സിക്യൂട്ടീവ്. നമുക്ക് സാലറി കൊടുക്കുക. ഇപ്പോൾ 60,000 ആണ് സാലറി എങ്കിൽ നമ്മൾ ന്യൂ എടുക്കുമ്പോൾ 5%, അതിൻ്റെ 5% 3,000, അതിൻ്റെ ഗ്രോസ് സാലറി ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ന്യൂ എടുക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു ആളുടെ ഡാറ്റ എൻട്രി ചെയ്യാണ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ MP ID 22 കൊടുത്തു. സം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ നമുക്ക് സാലറി കൊടുക്കുക 75,000. നമ്മൾ ന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ന്യൂ കൊടുക്കുന്ന പുതിയൊരു ഡേറ്റ എൻട്രി ചെയ്യാം. 23 അഡ്മിൻ ഓഫീസർ 80,000. ഇങ്ങനെ നമുക്ക് ഡേറ്റാസ് എൻട്രി ചെയ്യാനാണ് നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡേറ്റ എൻട്രി ചെയ്യാൻ ന്യൂ എടുക്കുക. ഇനി ഫൈൻഡ് പ്രിവ്യൂ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് പ്രിവ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും പ്രിവ്യൂ. നെക്സ്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഈ സ്ക്രോൾ ബാർ ഇങ്ങനെ മൂവ് ചെയ്താൽ മതി, ഓരോന്നും നമുക്ക് ഡിസ്പ്ലേ വരും. DAയും ഗ്രോസ് സാലറിയും എല്ലാം നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയാതെ എങ്കിലും തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. സാലറി നമ്മൾ ഒരു 0 നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീസ്റ്റോർ ആക്റ്റീവായി നേരെ വീണ്ടും നമ്മൾ റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ ഏത് എമൗണ്ട് ആണോ ആ എമൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റീസ്റ്റോർ യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് പ്രിവ്യൂ, നെക്സ്റ്റ് നമുക്ക് ഓരോന്ന് ഫൈൻഡ് ചെയ്യാം. ഇനി നമുക്കുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ഇപ്പോൾ ന്യൂ എടുക്കാം. നമുക്കിപ്പോൾ EMP ID 22 ഉള്ള വ്യക്തിനെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ എടുക്കുക. ക്രൈറ്റീരിയ എടുക്കുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറി വെച്ചിട്ട് ഫൈൻഡ് ചെയ്യും, DA വെച്ചിട്ട് ഫൈൻഡ് ചെയ്യും.
ഈ ക്രൈറ്റീരിയ എടുക്കുമ്പോഴാണ് DAയിലും ഗ്രോസ് സാലറിയും നമുക്ക് ഇതിന് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടീഷൻ കൊടുക്കാനോ. ഈ ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാം ജോൺ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ 22 ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ എടുക്കുക. സാം ജോൺ. ഇപ്പിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരില്ല, ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം നമുക്ക് ഡിസ്പ്ലേ ആവുകയുള്ളൂ. ഇനി നമ്മൾ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ഇപ്പം നമുക്ക് സാലറി അല്ലെങ്കിൽ നമുക്ക് ഗ്രോസ് സാലറി 75,000 എബവ് ഉള്ളതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 75,000 എബവ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുക 75,000. അതുപോലെ തന്നെ 80,000. ഇത് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ, രണ്ട് സാം ജോണും കലയും ഈ രണ്ട് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡേറ്റാസിൽ എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് സാം ജോൺ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഡിസ്പ്ലേ റെക്കോർഡ് വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ്. ഓക്കെ കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഡേറ്റാസ് സെറ്റ് ചെയ്യാം. നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ഫോം എടുത്താൽ മതി, നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ റെഗുലറായിട്ട് നമ്മളിത് സേവ് ചെയ്ത് വെക്കുക. നമുക്ക് ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പേഴ്സൻ്റെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതാണ് എളുപ്പത്തിൽ എക്സലിൽ ഒരു ഡാറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് MS ഓഫീസ് പഠിക്കണമെങ്കിൽ എക്സലും വേർഡും പവർ പോയിന്റും വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.